ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ 17-ാം ദിനത്തിൽ ഭയഭക്തിപൂർവ്വം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ഇന്നത്തെ വചനഭാഗമായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വിഭജിച്ച് നൽകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടെ കേന്ദ്ര കഥാപാത്രങ്ങളായി നമുക്ക് 5 പേരെ കാണുവാൻ സാധിക്കും. യേശു, ലാസർ, മാർത്ത, മറിയ, യൂദാസ്. പശ്ചാത്തലം നോക്കിയാൽ പെസഹ പെരുന്നാളിന് 6 ദിവസം മുൻപ് ലാസറിൻ്റെ നാടായ ബഥാനിയയിലേക്ക് യേശു കടന്നു വരികയും അവിടെ യേശുവിന് ആദരസൂചകമായി ഒരത്താഴം ഒരുക്കുകയും ചെയ്യുന്നു. ലാസർ പന്തിയിലിരിക്കുന്നു, മാർത്ത അത്താഴം വിളമ്പുന്നു. ആ സമയം മറിയ വിലപിടിപ്പുള്ള സ്വച്ഛ ജഡമാംസി തൈലം ഉപയോഗിച്ച് കർത്താവിൻ്റെ കാൽ കഴുകി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുടയ്ക്കുന്നു. യൂദാസ് ഇത് കണ്ട് കുപിതനാകുകയും മറിയയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതാണ് പശ്ചാത്തലം. സാഹിത്യപരമായി ഈ വേദഭാഗത്തെ ഒന്ന് കീറി പരിശോധിച്ചാൽ ലാസറിൻ്റെ പ്രസൻസ് തന്നെ നമുക്കൊരു ഫോർ ഷാഡോയിങ് എലമെൻ്റായിട്ട് കാണുവാൻ സാധിക്കും. ഈ വേദഭാഗത്തിന് തൊട്ടു മുമ്പ് നമ്മൾ വായിക്കുമ്പോൾ ലാസറിനെ മരണത്തിൽ നിന്ന് കർത്താവ് ഉയർപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിന് മരണത്തിന്മേൽ അധികാരമുണ്ടെന്നും കർത്താവും മരണത്തിൽ നിന്ന് ഉയർത്തപ്പെടുമെന്നും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. മറിയയുടെയും യൂദാസിൻ്റെയും സ്വഭാവത്തിലെ പാരഡോക്സസ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ആ കാലഘട്ടത്തിൽ ഒരു ശരാശരി മനുഷ്യൻ 1 വർഷം ജോലി ചെയ്ത് സമ്പാദിക്കുന്ന 300 വെള്ളിക്കാശ് വിലയുള്ള തൈലമാണ് മറിയ യേശുവിൻ്റെ കാലിൽ പുരട്ടുന്നത്. ഒരു സ്ത്രീ ആയിരിക്കെ അന്നത്തെ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ ആണുങ്ങൾ സമ്പാദിക്കും വിധം സമ്പാദിക്കുവാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എങ്കിലും മഹത്വവും ശ്രേഷ്ഠവുമായ കർത്താവിൻ്റെ വില മനസ്സിലാക്കിയ മറിയയ്ക്ക് യേശുവിനോടുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ആരാധനയുടെയും സൂചനയാണ് നാളുകളായി സ്വരുക്കൂട്ടിയ പണം കൊണ്ട് ഏറ്റവും വില കൂടിയ തൈലം യേശുവിൻ്റെ കാലിൽ അവൾ പുരട്ടുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഏറ്റവും വിലയുള്ള സമ്മാനമായിരിക്കും നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ മറിയയും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. യൂദാസിനെ നോക്കിക്കഴിഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യൻ, യേശുവിൻ്റെ ഓരോ ചലനവും മനസ്സിലാക്കിയ വ്യക്തി, ദൈവവിളി കിട്ടി ദൈവത്തെ അനുഗമിച്ചവൻ. എന്നാൽ യോഹന്നാൻ അവനെപ്പറ്റി എഴുതുന്നു, അവനോ കള്ളനായിരുന്നു. മറിയയുടെ കാഴ്ചയെ പുച്ഛിച്ച് തള്ളുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ശുശ്രൂഷയ്ക്കായി അവനെ ഏൽപ്പിച്ച പണം അവൻ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. നാം കർത്താവിനായി അവൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ പല യൂദാസുകൾ നമ്മളെ ചോദ്യം ചെയ്യാൻ വന്നേക്കും. എന്നാൽ നമ്മൾ മിണ്ടാതെ ഇരുന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയാൽ അവളെ വെറുതെ വിടുന്ന യൂദാസിനെ അവൻ ശാസിച്ചതുപോലെ നമ്മളെ എതിർക്കുന്നവരെയും കർത്താവ് ശാസിക്കും. ദൈവം നോക്കിക്കാണുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. മറിയയുടെ ആരാധന സുഗന്ധമായി പരന്നപ്പോൾ യൂദാസിൻ്റെ ഹൃദയത്തിൽ പണത്തോടുള്ള ആരാധന ദുർഗന്ധമായി പരന്നു. യൂദാസ് സേവിച്ചത് ക്രിസ്തുവിനെയല്ല, മറിച്ച് മാമോനെയാണ്. എന്നാൽ മറിയയോ നല്ല അംശം തിരഞ്ഞെടുത്തു. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ആരാധന സത്യമുള്ളതാണോ? നാം വിശ്വസ്തരാണോ? നാം കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? നാം അവനെ അറിയാൻ ശ്രമിക്കുന്നുണ്ടോ? ഈ ലോകത്തിലുള്ള ആരേക്കാളും എന്തിനേക്കാളും ഉപരി കർത്താവിനെ പ്രയോറിറ്റൈസ് ചെയ്യാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടായില്ലെങ്കിൽ നമ്മൾ യൂദാസിനെ പോലെ അവനോടൊപ്പം നടന്നെങ്കിൽ കൂടി അവിശ്വസ്തരായി കർത്താവിൻ്റെ വിലയെ മനസ്സിലാക്കാത്തവരായി മാറിപ്പോകും. അതിനാൽ മറിയെപ്പോലെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് നമ്മെ ജീവൻ തന്ന് സ്നേഹിച്ച കർത്താവിൻ്റെ വില മനസ്സിലാക്കി അവനെ തിരിച്ചും സ്നേഹിപ്പാനും ആരാധിപ്പാനും അവണ്ണം നമ്മുടെ പാപങ്ങളെ അവൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നിരന്തരം അനുതാപഹൃദയത്തോടെ ജീവിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.